ജാതി ജാതിയോട് എതിർത്തിടുന്നു, ശാപം ഭൂകമ്പമേറുന്നു. ജാതി ജാതിയോട് എതിർത്തിടുന്നു, ശാപം ഭൂകമ്പമേറുന്നു. ആദ്യ സ്നേഹം കുറയുന്നു, പലർ വിശ്വാസം വിട്ടുപോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ പാട്ടിൽ പറഞ്ഞതുപോലെ പലരും ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നു. സ്വസ്നേഹികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരും ദൈവസന്നിധി നമ്മൾ ഭൗതികമായ നന്മകൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആരും തന്നെ ദൈവത്തോട് പറയാറില്ല, കർത്താവേ സ്നേഹമുള്ള ഹൃദയം, സ്നേഹമുള്ള ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് നമ്മൾ ആരും പറയാറില്ല. നമ്മൾ പല കാര്യങ്ങളും ദൈവസന്നിധിക്ക് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനം ഈ കാലഘട്ടത്തിന് വേണ്ടി കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കാറുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും അതൊരു സമാപ്തിയിലേക്ക് എത്തുന്നില്ല. അതിൽ നിന്നൊരു സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നില്ല. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ദൈവം അവിടെ വർദ്ധിപ്പിച്ചു ദൈവമായിട്ട് വിനയിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അങ്ങനെ ഞാൻ ത്രോവാസിൽ കപ്പലിലേക്ക് നേരെ സമുദ്രത്തിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടുന്ന് ഫിലിപ്പിയിലേക്ക് ചെന്നു. ഇത് മക്കതോന്യയുടെ ആ ഭാഗത്തിന് പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകും. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബ്ദത്തിനാണ് ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി നമ്മൾ സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തേല പട്ടണക്കാരത്തെയും രക്താമരം വിരുദ്ധവുമായ വിദ്യ എന്ന പേരുള്ള ദൈവഭക്തിയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതിന് കർത്താവോട് ഹൃദയം തുറന്നു. അവളും കുടുംബം സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്തായി എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിയെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഇവിടെ പൗലോസും കൂട്ടരും ഫിലിപ്പിയുടെ പ്രദേശത്ത് എത്തിയിരിക്കുക. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പൗലോസ് വിചാരിച്ചു അവിടെ ചെന്നാൽ ഇന്ന് പ്രസംഗിക്കാനായിട്ട് പുൽപ്പിറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. എങ്കിലും കിട്ടിയില്ല. എങ്കിലും എന്ത് ചെയ്തു? പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. അവിടെ അനേകം സ്ത്രീജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് പ്രവർത്തിച്ച ഒരാളിലൂടെയാണ്, ലുദിയ. ഹല്ലേലൂയ. വളരെ തിരക്കേറിയ ഒരാളാണ് ലുദിയ. രക്താംബരം വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വിശേഷപ്പെട്ട ഒരു വസ്ത്രം തന്നെയാണ്. രാജാക്കന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രമാണ്. വളരെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം. അത്രയും ബിസിനസ് മാനേജ് എന്നൊക്കെ പറയാം ലുദിയായി. അപ്പോൾ അത്രയും തിരക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും ലുദിയ കർത്താവിനെ മറന്നില്ല. അവിടെ കാണാൻ കഴിയുന്നത് പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നപ്പോൾ അവൾ തന്റെ വീട് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അവളും അവളുടെ കുടുംബം, ലുദിയായും കുടുംബവും സ്നാനമേറ്റു. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും ആദ്യം നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്താനായിട്ട് നോക്കും. അവസാനം പറ്റാതെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ അതൊരു പ്രയാസമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ദൈവത്തെ നോക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനല്ല. ആദ്യമേ തന്നെ നിന്റെ കയ്യിലേക്ക് തന്നേക്കാണ് ദൈവം പറയുന്നത്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നിന്റെ കയ്യിൽ എന്തുണ്ട്? അതാണ് ദൈവം ചോദിച്ചത്. നിന്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും, അതേ ഉള്ളൂ. ദൈവത്തിനൊരു പ്രത്യേക ഗുണമുള്ളതെന്ന് ചോദിച്ചാൽ ദൈവം നുള്ളിപ്പെറുക്കി ആർക്കും കൊടുക്കത്തില്ല. കൊടുക്കുമ്പോൾ തൃപ്തി വരുന്ന രീതിയിൽ. അവസാനം അവിടെ കാണുന്നത് 12 മുട്ടയിൽ എക്സ്ട്രാ വന്നു, കൂടുതൽ വന്നു. അതാണ് ദൈവത്തിന്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ തൃപ്തി വരുന്ന രീതിയിൽ ദൈവം കൊടുക്കും. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മെ തന്നെ നേർപ്പിച്ചു കൊടുക്കണം. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു അപ്പനും മകനും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു ചാമ്പയ്ക്ക മരം കണ്ടു. അപ്പം മകൻ അപ്പനോട്
എനിക്ക് അത് പറിക്കണം, ചാമ്പയ്ക്ക പറിക്കണം. അപ്പം പറഞ്ഞു ശരി നീ പറിക്കും. ആ മകൻ ആദ്യം ഒന്ന് ചാടി, കിട്ടിയില്ല, കൈ എത്തുന്നില്ല. അപ്പം അപ്പനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അപ്പ കിട്ടിയില്ല. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ അവിടെ ഓടി വന്ന് ഒന്ന് ചാടി പറിക്കും. അപ്പം മകൻ അവിടെ ദൂരെ ഓടി വന്ന് ഒരു ചാട്ടം ചാടി, അത് കിട്ടിയില്ല. വീണ്ടും അപ്പനെ നോക്കി, അപ്പ കിട്ടിയില്ല. അപ്പോൾ അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ നിന്റെ സർവശക്തി എടുത്ത് ഒന്നോട് ഓടി വന്നു. അതുപോലെ തന്നെ മകൻ വീണ്ടും ദൂരെ ഓടി വന്ന് ചാടി, എന്നിട്ടും കിട്ടിയില്ല. കുറേ പ്രാവശ്യം കൊണ്ട് ആവർത്തിച്ചപ്പോൾ ആ മകൻ ദേഷ്യം വന്നു. അപ്പൻ്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഇത്രയും ഇവിടെ കിടന്ന് ചാടിയത്, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അപ്പൻ മകനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നോട് എന്തുവാ പറഞ്ഞത്? നിന്റെ സർവശക്തി എടുത്ത് ചാടാനാണ് പറഞ്ഞു. നിന്റെ ശക്തി ആരാ? ഞാനല്ല നിന്റെ ശക്തി. നീ എന്നോട് സഹായം ചോദിച്ചില്ല. അപ്പം നീ എന്നോട് സഹായം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ എടുത്തു പോക്കി അത് പറിക്കാനായിട്ട് നിന്നെ സഹായിക്കുമായിരുന്നു. അത് തന്നെയാണ് ദൈവം നമ്മളോടും ചോദിക്കുന്നത്. നീ എന്നോട് ചോദിക്കുന്നില്ലല്ലോ, നിന്റെ കാര്യങ്ങൾ നീ തന്നെ പരിഹരിക്കാമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? അതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. നിന്നെ തന്നെ എൻ്റെ കയ്യിൽ തരാനാണ് ദൈവം ആദ്യമേ തന്നെ പറയുന്നത്. മോശം അത് തന്നെ പറഞ്ഞത്, തിരുസാരത്തിന് എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. മോശയ്ക്കറിയാം, കാരണം ദൈവം കൂടെ ഇല്ല എങ്കിൽ അത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം അത്രയും ജനത്തെ നയിച്ചുകൊണ്ട് വരാൻ മോശയ്ക്ക് അസാധ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തിരുസാരത്തിൻ്റെ കൂടെ പോരാണ്. മോശ തന്നെ ആദ്യം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഇടയായിരുന്നു. ഇന്ന് പലരും ദൈവത്തെ നോക്കുന്നില്ല. നമ്മൾ ഭൗതികമായ പല നന്മകളും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലൊന്നും പകരുന്നില്ല. ഹന്നയോട് ഏഴ് പ്രവാചകൻ നീ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഹന്ന പറഞ്ഞു, ലഹരി പിടിച്ചതല്ല, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. നമ്മളിൽ പലരും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലൊന്ന് പകരുവാൻ നമ്മൾ തയ്യാറാകുന്നു. പല നന്മകളും നമ്മൾ ചോദിക്കും. ആദ്യം ഓർപ്പഴയായിരുന്നു, അത് അവസാനം ഓടിടണമെന്നായി. ഓടിട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് വാർക്കണമെന്നായി. വാർപ്പ് കഴിഞ്ഞു അവസാനം തറയൊന്ന് കോൺക്രീറ്റ് ചെയ്യണം. തറ കോൺക്രീറ്റ് ചെയ്ത് അവസാനം ടൈൽസ് വിരിക്കണമെന്നായി. എല്ലാ നന്മകളും ദൈവം തന്നു. പക്ഷെ ഇത്രയും നന്മകൾ തന്ന ദൈവത്തെ അവസാനം മറക്കുവാനിടയായിരുന്നു. സഹോദര ഒരു പ്രാർത്ഥന വെക്കട്ടെ. അയ്യോ വേണ്ട വാസ്തു നമുക്ക് സോഫ മാറ്റിയിടണം. കുഞ്ഞുങ്ങളെ പിള്ളേരൊക്കെ ചാടി മാറും. ഇതാണ് പറഞ്ഞത്, ദൈവം നമുക്കൊരു നന്മ തന്നു. അപ്പോൾ നന്മ തന്ന ദൈവത്തെ നമ്മൾ മറന്നു. അല്ലല്ലോ, എന്നാൽ നമ്മൾ ദൈവത്തോടെ നമ്മൾ ദൈവസേനയിൽ കർത്താവേ ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ പകരണം. ദൈവസ്നേഹമുള്ള ഒരു ഹൃദയം എന്നിൽ പകരണം. ലുദിയായ പോലെ തനിക്കുള്ളതും തൻ്റെ വീട്ടുകാരും ഭവനവും തൻ്റെ സമ്പത്തും എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ഇടയായിരിക്കും. ചെറിയൊരു കാര്യം മതി, നമ്മുടെ വിശ്വാസത്തെ പോലും ദൈവസന്നിധി നേർപ്പിച്ചാൽ ദൈവം അതിനകത്ത് പണിയുവാനായിട്ട് ഇടയായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, അതിനെ ദൈവം അംഗീകരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധമായ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് നമുക്ക് സ്നേഹവും മറന്നു കളയുവാൻ ഈ നാളുകളിൽ ലിതിയായ പോലെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പകരാം. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി, കുടുംബം എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസം വരുമ്പോൾ ആദ്യം നമ്മൾ തന്നെ പരിഹരിക്കാൻ നോക്കാതെ ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത് അത് തന്നെ. നമ്മൾ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള സഞ്ചിയുടെ ഒരു സഞ്ചിയാണെങ്കിൽ അത് മറ്റൊരു മനുഷ്യന് ആ ഭാരം വഹിക്കാനായിട്ട് കഴിയും. എന്നാൽ ജീവിതമാകുന്ന ഭാരം വഹിക്കാൻ മറ്റൊരു മനുഷ്യന് കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, നീ നിന്നെ തന്നെ എനിക്ക് തരിക, നിന്റെ ഭാരം ഞാൻ വഹിച്ചുകൊള്ളാം. ആ സ്നേഹത്തിന്റെ പ്രദർശനശാലയാണ് നമ്മൾ കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് ഇടയായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം നമ്മൾ എരിഞ്ഞടങ്ങുവാനല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ സ്വയം നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഓടി എഴുതി തീരുവാനല്ല, ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് അതിനൊരു ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. നിന്റെ കയ്യിലുള്ള ദൈവത്തിന് പകരുക കൊടുക്കുക.
ദൈവം അതിനെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം നടത്തുന്നു പ്രിയപ്പെട്ടവരോട് നന്ദി സ്നേഹം അറിയിച്ചു.